അപ്പോൾ ഇന്ന് പത്രവിശേഷങ്ങൾ പറഞ്ഞു തരാൻ എനിക്കിപ്പം ഉള്ളത് മിസ്റ്റർ VS സനോജ് ആണ്. VS സനോജ്, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, എന്താണ് വിശേഷം VS സനോജ്? അതായത് ഇന്ന് കേരളത്തെ സംബന്ധിച്ച് ഈ വലിയ രീതിയിലുള്ളൊരു വാർത്താ പ്രാധാന്യത്തിൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദേശീയപാതയിലെ നിർമ്മാണ ഭിത്തി, അതായത് ഈ സർവീസ് റോഡിലേക്ക് എൻ്റെ ഇടയിലുള്ള ആ ഭിത്തി തകർന്നതും ഒപ്പം സർവീസ് റോഡ് അതിന് വിള്ളലുണ്ടായതുമാണ് ഏറ്റവും പ്രധാന അല്ലെങ്കിൽ ഏറ്റവും വലിയ വാർത്തയായിട്ട് ഇന്ന് എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിൻ സന്ദർശനം അല്ലെങ്കിൽ കൂടിക്കാഴ്ച, അതിനെ തുടർന്നുണ്ടായ കരാറുകൾ, ഈ രണ്ട് വാർത്തയുണ്ട്. ഒപ്പം ലോകകപ്പിൻ്റെ ഫിക്സറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയും. ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തന്നെ ഊന്നിയുള്ള വാർത്തകൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയാൻ ചെയ്തു. അതായത് നമുക്ക് ഈ റോഡുമായി ബന്ധപ്പെട്ട ദേശീയപാതയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം പോവാം. അത് കൊട്ടിയത്ത് ദേശീയപാതയുടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം ഇടിഞ്ഞതിനെ തുടർന്നുള്ള ഉണ്ടായ ആ ഒരു പ്രതിസന്ധിയാണ് ആ വാർത്തയിൽ ഏറ്റവും പ്രധാനം. അത് മലയാള മനോരമ കൊടും പാതകം എന്ന തലക്കെട്ടിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് റീഡേഴ്സിൽ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നു. കാരണം നിർമ്മാണത്തിലുള്ള ദേശീയപാത 60-ൽ കുരിയാട്ട് സംഭവിച്ചതിൻ്റെ ആവർത്തനം കൊല്ലത്ത് കൊട്ടിയെത്തും. അവസാന ഘട്ടത്തിലെത്തിയ 6 വരിപ്പാതയിൽ മണ്ണിടിഞ്ഞുണ്ടായത് വൻ ഗർത്തം, സർവീസ് റോഡ് ആഴത്തിൽ വീണ്ടും കയറി തകർന്നു എന്നാണ് അതിന് ഇൻട്രോയിൽ പറയുന്നത്. അതായത് നിർമ്മാണത്തിലുള്ള 6 വരിപ്പാതയിൽ ഗർത്തമുണ്ട്, 100 മീറ്ററോളം നീളത്തിൽ പാത തകർന്നു, സർവീസ് റോഡ് വീണ്ടും കയറി, സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ടു, 36 കുട്ടികൾ അടക്കം രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. ഇതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഇതിൻ്റെ ഒരു ആഘാതം തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ചിത്രവും ഏതായാലും മലയാള മനോരമ നൽകിയിട്ടുണ്ട്. ഒപ്പം ഉൾപേജിൽ ഇതിൻ്റെ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ സംബന്ധിച്ച് മറ്റ് ഉൾപേജുകളിലെല്ലാം അവർ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയും ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. മാതൃഭൂമി ഒപ്പം മറ്റൊരു കാര്യം കൂടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഇൻഡിഗോയിലെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ രണ്ട് വാർത്തകളെ പ്ലേസ് ചെയ്തിരിക്കുന്നത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒന്നാം പേജിൽ വളരെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അവർ നൽകിയിരിക്കുന്നു. ശൂന്യാകാശം എന്ന് ലെഫ്റ്റിലും ഒപ്പം പിളർന്ന ഭൂമി എന്ന് റൈറ്റിലും കൊടുത്തുകൊണ്ട് ദേശീയപാതയിൽ തകർച്ച, കൊട്ടിയത്ത് റോഡ് ഇടിഞ്ഞു താഴ്ന്നു, ഒപ്പം ശൂന്യാകാശം എന്ന തലക്കെട്ടിൽ ആകാശയാത്രയിൽ വൻകൊള്ള, ഇൻഡിഗോയിലെ പ്രതിസന്ധി, ടിക്കറ്റ് നിരക്ക് കുതിച്ചുയർന്നു എന്ന് നൽകിയിരിക്കുന്നു. കാരണം 2 ദിവസമായിട്ട് ഈ ഒരു പ്രശ്നം, പ്രതിസന്ധി യാത്രക്കാരെ സംബന്ധിച്ചും പ്രത്യേകിച്ച് പ്രവാസികളെ എല്ലാം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധി കൂടെ അവർ ആ രീതിയിൽ തന്നെ അർഹിക്കുന്ന ഒരു പ്രാധാന്യത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മറ്റു പത്രങ്ങളും ഇതിനെ വലിയ രീതിയിലാണ് ഈ റോഡ്, ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന കാര്യത്തെക്കുറിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഈ മണ്ണ് നിറച്ച് ഫില്ല് ചെയ്തുകൊണ്ട് സംരക്ഷണ ഭിത്തി കെട്ടി അതിനുശേഷം സർവീസ് റോഡ് ആളുകൾക്ക് ഈ തൽക്കാലത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ വേണ്ടി ടാർ ചെയ്യുകയും അതിൻ്റെ സൈഡ് തകർന്നതോടുകൂടെ മൊത്തത്തിൽ ഇടിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. നിറച്ചത് കായലിലെ ഉറപ്പില്ലാത്ത ചെളി എന്നാണ് കേരള കൗമുദി ഒന്നാം പേജിൽ നൽകിയ പ്രധാനപ്പെട്ട വാർത്തയിൽ അവർ പറയുന്നത്. ഇരുവശത്തും വയൽ, റോഡിന് കുറുകെ തോട്. ഈ സംഭവം വലിയ രീതിയിലൊരു ദുരന്തം ഒഴിവായി എന്നും കൗമുദി തലക്കെട്ടിൽ പറയുന്നു. വൻഗർത്തമായി ഉയരപ്പാത, പപ്പടമായി സർവീസ് റോഡ് എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. മറ്റ് പത്രങ്ങളെല്ലാം ഇതിനെ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. കുറച്ച് വലിയ രീതിയിലുള്ളൊരു ഭീകരത ജനിപ്പിക്കുന്ന തരത്തിലേക്ക് വീക്ഷണം അടക്കം ഇതിൻ്റെ തലക്കെട്ടുകൾ നൽകിയിട്ടുണ്ട്. തകർന്നിതല്ലോ കിടക്കുന്നു എന്നാണ് വീക്ഷണത്തിൻ്റെ. അഴിമതി മതിൽ ഇടിഞ്ഞു വീണു എന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഈ റോഡ് പണി പുരോഗമിക്കുകയാണ്, മണ്ണ് നിറയ്ക്കുകയും ചെയ്തിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതിൻ്റെ സൈഡിലുള്ള സംരക്ഷണ ഭിത്തി തകർന്നുകൊണ്ട് സർവീസ് റോഡ് എന്നെ ബാധിച്ചിരിക്കുന്നു അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതിന് ഒരുപടി മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് ഒരു തലക്കെട്ടെല്ലാം നൽകാൻ ഏതായാലും അവരുടെ വീക്ഷണത്തിന് പറ്റിയിട്ടുണ്ട്. വീക്ഷണത്തിൻ്റെ ഒരു താല്പര്യം, അവരുടെ ഒരു പെർസ്പെക്റ്റീവ് കൂടെ അതിൽ പ്രകടമാണ്. മംഗളം ഈ വാർത്ത ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നത് വളരെ പർട്ടിക്കുലർ ആയിട്ടുള്ള, വളരെ സ്പെസിഫിക് ആയൊരു വാർത്തയായിട്ടാണ്. കൊട്ടിയത്തും കുരിയാട് മോഡൽ, ദേശീയപാത സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു, വൻ ദുരന്തം വഴിമാറി. ഇതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത്, മാറ്റർ എന്ന് പറയുന്നത്. ആ മാറ്റർ ഓഫ് ഫാക്ടിൽ കൃത്യമായിട്ട് മംഗളത്തിൻ്റെ ഒന്നാം പേജിൽ
2 കോളത്തിൽ ആ വാർത്ത നൽകിയിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഇതിലൊരു ആശങ്ക ആളുകൾക്ക് ഉണ്ടാക്കാവുന്ന സാഹചര്യമുണ്ട്. കാരണം ധാരാളം വാഹനങ്ങൾ ഈ സർവീസ് റോഡിലൂടെ പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് എന്നുള്ളത്. ദീപികയും ഇതിനെ വലിയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ അത് പ്ലേസ് ചെയ്തിട്ട് ആ വാർത്ത നൽകിയിരിക്കുന്നു. ദീപികയും മാതൃഭൂമിയുടെ മാതൃകയിൽ തന്നെയാണ്. ആകാശത്തും ഭൂമിയിലും പ്രതിസന്ധി എന്ന് തന്നെയാണ്, ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് മാതൃഭൂമിയും ദീപിക 1-ാം പേജിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. വിമാന സർവീസുകൾ വീണ്ടും റദ്ദാക്കി, കൊല്ലത്ത് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു. ഏതായാലും ഈ ദേശീയപാതയിൽ ഉണ്ടാകുന്ന ഈ ഒരു തകർച്ച വലിയ രീതിയിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുള്ള കാര്യമാണ്. അത് ആ രീതിയിൽ തന്നെ അർഹിക്കുന്ന പ്രാധാന്യത്തിൽ പത്രങ്ങൾ നൽകിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മാധ്യമം 1-ാം പേജിൽ ഒരു ചിത്രത്തിൽ അത് നൽകിയിരിക്കുന്നു. ദേശാഭിമാനി ഈ വാർത്ത നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി 14-ാം പേജിൽ കുട്ടിയത്ത് സംരക്ഷണ ഭിത്തിയും സർവീസ് റോഡും തകർന്നു, ദേശീയപാത നിർമ്മാണത്തിനിടെ മന്ത്രി റിപ്പോർട്ട് തേടി, ദേശീയപാതയുടെ ഒരു ഭാഗം ഇടിഞ്ഞു താഴ്ന്നു, സർവീസ് റോഡ് തകർന്ന നിലയിൽ എന്ന് ദേശാഭിമാനി 12-ാം പേജിൽ ആ വാർത്ത നൽകിയിരിക്കുന്നു. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ചയായിരുന്നു. റഷ്യയുമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദർശനം. ഇന്ത്യ റഷ്യ വാണിജ്യം ഇരട്ടിയാക്കുമെന്ന് മലയാള മനോരമ ആ വാർത്ത 1-ാം പേജിൽ ചിത്രം സഹിതം നൽകിയിരിക്കുന്നു. ഉൾപേജിൽ എല്ലാ പത്രങ്ങളും, മാതൃഭൂമി അടക്കം എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ തന്നെയാണുള്ളത്. അത് ഇന്ത്യ റഷ്യ സഹകരണം കൂടുതൽ ശക്തമാക്കും, ഉറച്ചു ബന്ധമെന്ന് മലയാള മനോരമ 9-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം ഭീകരതയ്ക്കെതിരെ ഒന്നിച്ചു പോരാടാൻ ഇന്ത്യയും റഷ്യയും കൂടംകുളം ആണവ നിലയത്തിന് ബാക്കിയുള്ള 4 റിയാക്ടറുകൾ സമയബന്ധിതമായി കൈമാറുമെന്ന് പുടിൻ എന്നുള്ള ആ കാര്യം അതിനകത്ത് ചേർത്തിരിക്കുന്നു. ഈ വാർത്ത മാതൃഭൂമിയും ആ രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇന്ത്യ സമാധാനത്തിനൊപ്പം മോദി ഇന്ത്യ സമാധാനത്തിനൊപ്പം ഒന്ന് മോദി, പരിഹാരത്തിന് ശ്രമമെന്ന് പുടിൻ. ഭഗവത്ഗീത അസം തേയില കൈനിറയ സമ്മാനങ്ങൾ അദ്ദേഹത്തിന് പുടിന് കൈനിറയ സമ്മാനങ്ങൾ നൽകിയെന്നും 8-ാം പേജ് വാർത്തയിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. ഹിന്ദുവും മാധ്യമവും ഈ വാർത്ത വലിയ രീതിയിൽ തന്നെ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. മാധ്യമവും ഒപ്പം മാധ്യമത്തിൽ കൈകോർത്ത് ഇന്ത്യ റഷ്യ പഞ്ചവത്സര സഹകരണ പദ്ധതി എന്ന് മാധ്യമത്തിൻ്റെ പ്രധാനപ്പെട്ട വാർത്തയിൽ പറയുന്നു. ഇത് 1-ാം പേജിലും ഒപ്പം ഉൾപേജിലും വലിയ പ്രാധാന്യത്തിൽ പൊതുവെ ഇത്തരത്തിലുള്ള ഡിപ്ലോമാറ്റിക് വിഷയങ്ങളിൽ വാർത്തകൾ വളരെ നല്ല രീതിയിലാണ് ഹിന്ദു പ്ലേസ് ചെയ്യുന്നത്. എന്തായാലും 1-ാം പേജിൽ പുടിന് കൈകൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രം സഹിതം ആ വാർത്ത നൽകിയിരിക്കുന്നു. ഉൾപേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ സംബന്ധിച്ചും ഈ ജയശങ്കർ, അതായത് എസ് ജയശങ്കറുമായിട്ട് ഈ കരാർ ഒപ്പിട്ട് കൈകൊടുക്കുന്ന ചിത്രം സഹിതം ഇന്ത്യ റഷ്യയുമായിട്ടുള്ള സഹകരണത്തെക്കുറിച്ചുള്ള വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ഹിന്ദു നൽകിയിരിക്കുന്നു. ജന്മഭൂമിയുടെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട തലക്കെട്ടെന്ന് പറയുന്നത് ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ട് തടസ്സമില്ലാത്ത ഊർജ്ജം. അതായത് ഭാരതം റഷ്യ ഉച്ചകോടിയിൽ നിർണായക തീരുമാനങ്ങൾ, ഭാരതം ഇന്നും സമാധാനത്തിൻ്റെ പക്ഷത്തെന്ന് മോദി ഭാരതത്തിൻ്റെ ഭാഗ്യമെന്ന് പുടിൻ പറഞ്ഞതായി ജന്മഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ വാർത്ത വലിയ രീതിയിൽ തന്നെ എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു എന്ന് പറയാം. സിറാജിൻ്റെ 1-ാം പേജിലേക്ക് വന്നാൽ VC നിയമനം കോടതി നടത്തും, ഗവർണർ സർക്കാർ സമവായമായില്ലെങ്കിൽ എന്ന് സുപ്രീം കോടതി പറഞ്ഞത് സിറാജ് 1-ാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം ഈ നമ്മൾ പറഞ്ഞതുപോലെ അതായത് ഇൻഡിഗോയുടെ ഈ പ്രതിസന്ധി വലിയ രീതിയിലുള്ള റദ്ദാക്കൽ, വിമാന സർവീസുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അത് ഒരു വലിയ പ്രാധാന്യത്തിൽ 1-ാം പേജിൽ സിറാജ് നൽകിയിരിക്കുന്നു. പൈലറ്റ് വിശ്രമ മാനദണ്ഡങ്ങൾ പിൻവലിച്ച് DGCA ഈ 2 വാർത്തയ്ക്ക് ഒരു പ്രാധാന്യത്തോടുകൂടെ അവർ നൽകിയിരിക്കുന്നു. ഒപ്പം ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാം. അപ്പോൾ മുറിവുകളുടെ രാഷ്ട്രം എന്ന് പറഞ്ഞുകൊണ്ട് സിറാജിൻ്റെ എഡിറ്റ് പേജിൽ GP രാമേന്ദ്രൻ ബാബറി മസ്ജിദിൻ്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഇത് വലിയ പ്രാധാന്യത്തിൽ അവർ നൽകിയിരിക്കുന്നു. ഒപ്പം സുപ്രഭാതത്തിൽ മറ്റൊരു വാർത്ത ഉൾപേജിൽ കണ്ടത്, അതായത് സുപ്രഭാതവും ഈ റോഡുമായി ബന്ധപ്പെട്ട വാർത്തയും എല്ലാം തന്നെ നൽകിയിരിക്കുന്നു. അതിൽ ഉൾപേജിൽ ബാബറി മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രഭാതം 7-ാം പേജിലൊരു വാർത്തയുണ്ട്. അത് രാമക്ഷേത്രം ഉയർന്നു, പള്ളി നിർമ്മാണത്തിന് ഇതുവരെയും അനുമതിയായില്ല, ബാബറി കേസിൽ വിധി വന്നിട്ട് 6 വർഷം എന്ന് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നു. ഒപ്പം
സ്പോർട്സിലേക്ക് കൂടെ വന്നാൽ സ്പോർട്സിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്ന് നമുക്കറിയാം. ഇന്നലെ ഫുട്ബോൾ ലോകകപ്പിൻ്റെ മത്സരക്രമം നിശ്ചയിച്ച വാർത്ത മാതൃഭൂമിയും മലയാള മനോരമയും മാധ്യമവും ദേശാഭിമാനിയും അടക്കം എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ലോകകപ്പ് ഗ്രൂപ്പ് നറുക്കെടുപ്പ് ചടങ്ങിൽ ഫിഫ സമാധാന പുരസ്കാരം ട്രംപിന് സമ്മാനിക്കുകയും കൂടെ ചെയ്തിരിക്കുന്നു. ബ്രസീൽ സി ഗ്രൂപ്പിൽ അർജന്റീന ജയിൽ. ഇനി 6 ടീമുകൾ കൂടി, അതായത് 48 ടീമുകൾ അണിനിരക്കുന്ന ലോകകപ്പിന് 42 ടീമുകൾ യോഗ്യത നേടിക്കഴിഞ്ഞിരിക്കുന്നു. യൂറോപ്യൻ പ്ലേ ഓഫും ഇന്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫും അതായത് അടുത്ത വർഷം US-ലും മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിൻ്റെ മത്സരചിത്രം തെളിഞ്ഞുവെന്നാണ് മാതൃഭൂമി പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ വാർത്ത വലിയ രസകരമായി ചെപ്പ് തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ലോകകപ്പിൻ്റെ ചെപ്പ് തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2026 ലോകകപ്പ് ഫുട്ബോൾ റെഡി, 12 ഗ്രൂപ്പുകൾ റെഡി എന്ന് മലയാള മനോരമയും നൽകിയിരിക്കുന്നു. ഒപ്പം ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളായി തന്നെ ഇതിൻ്റെ ഈ ആദ്യ മത്സരം മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക എന്നൊരു വാർത്തയും അതിനകത്ത് കൊടുത്തിട്ട്, അതായത് ആദ്യ മത്സരം ജൂൺ 11 മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും എന്നുള്ളതാണ്. ആദ്യ മത്സരം മെക്സിക്കോ ദക്ഷിണാഫ്രിക്ക, അതിനകത്ത് ഒരു ബോക്സ് സ്റ്റോറി ആയിട്ട് നൽകിയിരിക്കുന്നു. ദേശാഭിമാനിയിൽ മറ്റൊരു വാർത്തയുള്ളത്, ദേശാഭിമാനിയിൽ ജമാഅത്ത് ഇസ്ലാമി UDF ബന്ധം ആത്മഹത്യാപരം എന്നുള്ള ഒരു വാർത്ത കൂടി അതുകൂടെ പറയുകയാണ്. കാരണം ഇന്നലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കൊച്ചിയിൽ നടന്നു. അതിൽ ജമാഅത്ത് UDF അണികൾക്ക് എതിർപ്പ് ജമാഅത്ത് ഇസ്ലാമി സഖ്യം ആത്മഹത്യാപരം എന്നുള്ള ആ വാർത്തയ്ക്ക് ദേശാഭിമാനി വലിയ പ്രാധാന്യം കൂടെ നൽകിയിരിക്കുന്നു. അവരുടെ 1-ാം പേജ് സ്റ്റോറിയും അതുതന്നെയാണ്. ഒപ്പം ഉൾപേജിൽ, അതായത് വമ്പന്മാർക്ക് എളുപ്പവഴി എന്ന് ഈ സ്പോർട്സ് വാർത്തയിൽ അവർ പറഞ്ഞിരിക്കുന്നു. ഉൾപേജിൽ ഇതുമായി ബന്ധപ്പെട്ട ജമാഅത്ത് സഖ്യത്തിൽ UDF എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയുണ്ട്. ഒപ്പം ഒറ്റ വാർത്തയോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അതായത് പേജ് 7 ദേശാഭിമാനിയിൽ ഒരു വാർത്തയുണ്ട്. അത് അരുണാചലിലെ കരാറുകളെല്ലാം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്തയാണ്. പെമ ഖണ്ഡുവിൻ്റെ ഭാര്യയുടെയും സഹോദരനെയും സഹോദര ഭാര്യയുടെയും പേരിലുള്ള സ്ഥാപനങ്ങൾക്ക് 383.76 കോടിയുടെ നിർമ്മാണ കരാറുകൾ സർക്കാർ അവിടെ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. BJP പ്രതിരോധത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കൂടി ഏതായാലും നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ ഇന്ത്യയുടെ മുറിവ് എന്ന് പറഞ്ഞുകൊണ്ട് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് 33-ാം വർഷം സ്വരാജിൻ്റെ ലേഖനമുണ്ട്. മറ്റ് പത്രങ്ങളെല്ലാം തന്നെ വലിയ പ്രാധാന്യത്തിൽ തന്നെയാണ് ഈ വാർത്തകൾ സമീപിച്ചിരിക്കുന്നത്. ഇന്ത്യ റഷ്യ ഫാസ്റ്റ് ഫോർവേഡ് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്ന തലക്കെട്ട്. ഒപ്പം പുട്ടിൻ്റെ ഡിന്നറിന് തരൂരിനെ ക്ഷണിച്ചതും രാഹുൽ ഗാന്ധിയെയും ഖർഗെയും ക്ഷണിക്കാതിരുന്നതും, പുട്ടിൻ്റെ ഡിന്നറിന് ക്ഷണിക്കാതിരുന്ന വാർത്ത ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപേജിൽ പ്രാധാന്യത്തോടുകൂടെ നൽകിയിരിക്കുന്നു. സേതു ധാരാളം വാർത്തകളുണ്ട്. ഒപ്പം രാഹുൽ മാങ്കുണ്ടത്തലിൻ്റെ മുൻകൂർ ജാമ്യം സംബന്ധിച്ച കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളത് എന്തായാലും നോക്കാം. ഒരിക്കൽ കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ശുഭദിനം ആശംസിക്കുന്നു.